സൂപ്പർ സാറാണ്. നമ്മളിത് പ്ലസ് ടുക്കാർക്ക് വേണ്ടി റെഗുലർ എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ ഇംപ്രൂവ്മെന്റ് സേ എഴുതുന്ന കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഒക്കെ കണ്ടല്ലോ, ഇത് കണ്ടിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുന്നില്ലേ? ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. ഇന്റഗ്രേഷനിലെ ഒരു എക്സ്ട്രാ ക്വസ്റ്റൻ ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേപടി കാണത്തില്ല, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ പോലത്തെയാണ് ഇനി വരുന്നത്. അതേപടി എക്സാമിന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അങ്ങനെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അതിനുള്ളിലുള്ള ചോദ്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ള രീതി കൂടെ ചെയ്യരുത്. ഓക്കെ, ഇത് നമ്മുടെ ഡെഫിനിറ്റിന്റെ 0 to എത്ര π/4 അതൊന്നും പ്രോബ്ലം ഇല്ല. നമ്മൾ ആദ്യം ഇവനെ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ് ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും അതിനോടൊപ്പം തരുന്ന നോട്ട്സുകൾ, പിന്നെ അതിന് വേണ്ട ക്വസ്റ്റ്യൻ പാക്കേജ്, റിവിഷൻ പാക്കേജും കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസുകളുടെ ടേംസുകൾ നമ്മളിപ്പോൾ ഒരാളങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യുമെന്നൊക്കെയുള്ള ആകെ ഒരു കൺഫ്യൂഷനാണ്. പക്ഷെ ഇവരെല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഓക്കെ, ആ ബന്ധമാണ് ഈ പ്രോബ്ലത്തിന്റെ ഒരു ഹൈലൈറ്റ്. സ്റ്റാർട്ട് ചെയ്യാം. That is equal to integral 0 to π/4. Sin 2x എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. 2 sin x cos x എന്നാണ് കേട്ടോ. sin 2a 2 sin a cos a, sin 2x 2 sin x cos x, അത്രയേ ഉള്ളൂ അല്ലേ? 1നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. cos square x പ്ലസ് sin square x. പണ്ട് പഠിച്ചിട്ടുള്ളതാ. sin square a പ്ലസ് cos square a 1, അത് തന്നെ. ഓക്കെ, ഡിനോമിനേറ്ററിൽ മാറ്റമൊന്നുമില്ല. ദാറ്റ് ഈസ് cos x പ്ലസ് sin x. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പിലെ ചേഞ്ചസുകൾ എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടണം, മനസ്സിലാവണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4. ന്യൂമറേറ്റർ നോക്കിക്കേ മോനെ. a² b² 2ab ഉണ്ടോ? cos square sin square 2 cos sin, a² b² 2ab, a plus b the whole square. Here that is cos x plus sin x the whole square by ആരുണ്ട്? cos x plus sin x. ഇപ്പൊ നോക്കിക്കേ മോനെ, ഇത് രണ്ടും സെയിം ടൈംസ് അല്ലയോ? ഇതിന്റെ സ്ക്വയർ ഇത് എന്ന് പറഞ്ഞാൽ a² by a പോലെ ഒരു a വെട്ടിക്കളഞ്ഞാൽ നമുക്ക് a എന്ന് എഴുതുന്ന പോലെ ഇത് തമ്മിൽ നമുക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0 to π/4 cos x പ്ലസ് sin x എന്ന് കിട്ടി. ഓക്കെ, dx. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ ധൈര്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. cos x ന് ഇന്റഗ്രൽ ആരാ മോനെ? sin x ആണ്. sin x ന് ഇന്റഗ്രൽ മൈനസ് cos x ആണ് ഓവർ ദ ലിമിറ്റ് 0 to π/4. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എങ്ങനെയാ മോനെ? ഈ എക്സ് കാണുന്ന പ്ലേസിൽ π/4 കൊടുക്കുമ്പോൾ sin π/4 മൈനസ് cos π/4 ഇൻ ബ്രാക്കറ്റ് മൈനസ് 0 കൊടുക്കുമ്പോൾ sin 0 മൈനസ് cos 0. What is sin π/4 minus cos π/4? sin π/4 എത്ര? 1/√2. cos π/4 എത്ര? 1/√2. അപ്പൊ 1/√2 മൈനസ് 1/√2 അവര് വെട്ടി തീർന്നു. ഈ sin 0 is 0, cos 0 is 1. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ മൈനസ് ഓഫ് -1 + 1 തീർന്നു. ഓക്കെ, ആൻസർ ഈസ് 1. നല്ലൊരു ക്വസ്റ്റൻ ആണ് അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, ഒത്തിരി കുട്ടികളുണ്ടല്ലോ നിങ്ങളുടെ പരിചയക്കാരായിട്ട് ക്ലാസ്സിൽ, മീൻസ് നിങ്ങളുടെ പ്ലസ് 2 പഠിക്കുന്നവർ, ഇതൊക്കെ നല്ല ക്വസ്റ്റൻസുകളാണ്. നമുക്ക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ല എക്സാമിന് വേണ്ടി 1, 2, 3, 4 അല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ പഠിച്ചു അത് പരീക്ഷയ്ക്ക് വന്നാൽ എഴുതും എന്നുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ പണി കിട്ടും. നിങ്ങൾ അങ്ങനെയൊന്നും ഇപ്പോൾ ഒരിക്കലും ചിന്തിക്കല്ല. മാക്സിമം നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോഴത്തെ സമയം അതിനു വേണ്ടിയുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.